കോരത്തോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പി.ഡി. പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷക ദിനാചരണം പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, അതിന് ഈ മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വന്യമൃഗശല്യം തന്നെയാണ്. അത് അതിജീവിക്കാൻ കഴിയുന്ന എല്ലാ ഇടപെടലും ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു, സമ്പൂർണമായ ഫെൻസിങ്. നമുക്കിപ്പോ ഈ 504 കുഴിമാവ് പ്രദേശത്തൊക്കെ ഞാൻ എം.എൽ.എ. ആയതിനു ശേഷം തന്നെ ഫെൻസിങ് ഒക്കെ ചെയ്തു. അതൊന്നും പലപ്പോഴും ഫലപ്രദമാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള, ഒന്ന് ഹാങ്ങിങ് ഫെൻസിങ്, അതായത് ആനയും മറ്റും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ തൂങ്ങിക്കിടക്കുന്ന, തൊട്ടാലും അത് തകർക്കാൻ കഴിയാത്ത ഫെൻസിങ്, പിന്നെ നമ്മുടെ മൈനാക്കുളം ഭാഗത്തൊക്കെ കിഴങ്ങ് അടക്കം സ്ഥാപിച്ചിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യ ടെൻഡർ ആരും എടുത്തില്ല, രണ്ടാമത്തെ ടെൻഡറിൽ ആരെങ്കിലും എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൊമ്പൂത്തിയൊക്കെ അടക്കം എല്ലാ മേഖലകളിലും മൈനാക്കുളത്തും പ്രദേശങ്ങളിലൊക്കെ വലിയ രൂക്ഷമായ വന്യമൃഗശല്യം, കൃഷിക്ക് ഭീഷണി. അത് അതിജീവിക്കാൻ, പരിഹരിക്കാൻ കഴിയുന്ന ശ്രമങ്ങൾ ആത്മാർത്ഥമായി നടത്തുന്നുണ്ട്. മറ്റ് കാർഷിക മേഖല നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. കീടബാധയും അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ മൂലം കൃഷി നശിക്കുന്നതും, അതുപോലെ കാർഷിക വിളകൾക്കൊന്നും വിലയില്ലാത്തതും, അതുപോലെ ആവശ്യത്തിന് പണിക്കാരെ ഒന്നും കിട്ടാനില്ലാത്തതും, അതുപോലെ വളത്തിന്റെയും മറ്റും അമിതമായ വില വർധനവും, ഒട്ടേറെ പ്രതിസന്ധികൾ കാർഷിക മേഖല നേരിടുന്നുണ്ട്. അതൊക്കെ അതിജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി നിൽക്കാം. എം.എൽ.എ. എന്നുള്ള നിലയിൽ എന്നെ കഴിയുന്ന എല്ലാ ഇടപെടലുകളും അക്കാര്യങ്ങൾ, അതായത് ഭാഗ്യവശാൽ അവരിനൊക്കെ വെച്ചൊരു വിലയുണ്ട്, അത് നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതായത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുഖ്യപ്രഭാഷണവും മികച്ച കർഷകർക്കുള്ള ഉപകാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം പി.ആർ. അനുപമയും നിർവഹിച്ചു. കൃഷി ഓഫീസർ പി.ആർ. രേഖ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രത്നമ്മ രവീന്ദ്രൻ മികച്ച കർഷകരെ ആദരിക്കലും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നിഷ മാമൻ പദ്ധതി വിശദീകരണവും നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ വിനോദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ സുശീലൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി സാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനി രവീന്ദ്രൻ വൈദ്യർ, കാർഷിക വികസന സമിതി അംഗങ്ങളായ സജി ജോർജ് കൊട്ടാരം, കെ.ബി. രാജൻ, കെ.പി. അജയ്കുമാർ, തോമസ് മാണി, CDS ചെയർപേഴ്സൺ അനീഷ ഷാജി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രജനിമോൾ ടി.ഡി, മുൻ കൃഷി ഓഫീസർ വേണുഗോപാൽ പി.ആർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജോസഫ് ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു.